വെൽക്കം ബാക്ക് ടു ഒരു ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ജി സിനിമാസിലാണ്. നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമ കാണാൻ 8 മണിക്കത്തെ ഷോ. വർഷങ്ങളായി ഒപ്പമുണ്ട്. നെല്ലിക്കാമ്പൂയിൽ നൈറ്റ് റൈഡേഴ്സ്. അപ്പോൾ സിനിമ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഇന്ന് പോയി കണ്ടത്. അപ്പോൾ ഇത് കണ്ട് ഇനി വീട്ടിലെത്തിയുള്ളൂ. സിനിമ എങ്ങനെയുണ്ടെന്ന് പറയാനാണെങ്കിൽ എനിക്ക് ഒറ്റ വാക്കി പറയാൻ നല്ല എനിക്ക് പാടാൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. എന്താ എനിക്ക് മൊത്തത്തിൽ ഈ പടത്തിലെടുത്ത് പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആദ്യ പകുതി ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് വളരെ കോമഡി വൈസ് അതുപോലെ കുറച്ച് അത്യാവശ്യം പേടിപ്പിക്കാനുള്ള സംഭവങ്ങളുണ്ട്. ചില സീൻസ് എനിക്ക് ഇത്തിരി ഇമ്പാക്റ്റ് കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ചില സീൻസൊക്കെ നല്ലൊരു പ്രത്യേകിച്ച് ഒരു ജംപ് സ്കെയർ സീൻസൊക്കെ ഉണ്ട് കുറച്ചൊക്കെ ഈ ഫസ്റ്റ് ഹാഫിൽ. അത് വളരെ എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇൻ്റർവൽ ബ്ലോക്കും വളരെ നല്ലൊരു ഇൻ്റർവൽ ബ്ലോക്കായിട്ട് തന്നത്, ഒരു പഞ്ച് നൽകുന്നൊരു ഇൻ്റർവൽ ബ്ലോക്കായിട്ട് തന്നത്. അതുപോലെ പിന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് പറയുകയാണെങ്കിൽ, അതായത് ഈ സിനിമയുടെ രണ്ടാം പകുതി ആദ്യ പകുതി വെച്ച് നോക്കുമ്പോൾ രണ്ടാം പകുതി അല്പം ഡൗണായി പോയെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും അത് മൊത്തത്തിൽ പടത്തെ അത്ര ബാധിച്ചിട്ടില്ല. പിന്നെ ഒരു തരക്കേടില്ലാത്ത രണ്ടാം പകുതി. അതുപോലെ ക്ലൈമാക്സും മാത്യുവിൻ്റെ അത് ഫൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ മാത്യുവിൻ്റെ ആക്ടിങ് വൈസ് റൊമാൻസ് എന്ന സിനിമ വെച്ച് നോക്കുമ്പോൾ ഇതിൽ പുള്ളി നല്ല പെർഫോമൻസാണ് തന്നിരിക്കുന്നത്. അതുപോലെ കൂടെ അഭിനയിച്ചിരുന്ന മീനാക്ഷി ആണെങ്കിലും, മീനാക്ഷി എന്ന് പറഞ്ഞാൽ വാഴയിൽ അഭിനയിച്ചിരുന്ന നടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ ശരത് സഭ എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്, ലോകയിലൊക്കെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നത് നമുക്കറിയാം. പിന്നെ പുള്ളിക്കാരൻ നൈസായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും തരക്കേടില്ലാതെ നന്നായി ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിത് മൊത്തത്തിൽ ഈ സിനിമ കണ്ടപ്പോൾ ഒരു നാട്ടിൻപുറത്ത് കണ്ടത് ഒരു കൊച്ചു ഫാൻറ്റസി പടമായിട്ടാണ് തോന്നിയത്. അങ്ങനത്തെ ഒരു പടമായിട്ടാണ്. വലിയ അമിത പ്രതീക്ഷ വലിയ വെക്കേണ്ട കാര്യമില്ലാതെ വളരെ കൂളായിട്ട് പോയി ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ഈ പറഞ്ഞ സിനിമ നെല്ലിക്കാമ്പൂയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. 2 മണിക്കൂർ തിയേറ്ററിൽ വളരെ എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫൺ ഫാൻറ്റസി പടമാണ് എനിക്കിത് തോന്നിയത്. ഇതിൽ മാത്യുവും മീനാക്ഷിയും മാത്രമല്ലാതെ എല്ലാവരുടെ ക്യാരക്ടറും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, പിന്നെ ഇതിലെ കോമഡി സീൻസും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പേടിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ കോമഡി സീൻസാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഓവറോൾ എനിക്കിത് മൊത്തത്തിൽ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ എനിക്കും എൻ്റെ ഫാമിലിക്കും അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് വാച്ചബിൾ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമായിട്ട് തോന്നിയത്. പിന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എടുത്തൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരുമാതിരി മിന്നൽ മുരളി പിന്നെ കുറച്ച് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ ഒക്കെ ഒരു മിക്സഡ് ഫീൽ എനിക്ക് തോന്നി. പിന്നെ അതെനിക്ക് സിനിമയിൽ നന്നായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വളരെ ഒരു നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അതുപോലെ മേക്കിംഗ് ആണെങ്കിലും ടെക്നിക് സൈഡ് ആണെങ്കിലും പിന്നെ BGM മ്യൂസിക്കൊക്കെ വളരെ നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാട്ടും കൊള്ളാം. മൊത്തത്തിൽ എനിക്കിതൊരു തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫാൻറ്റസി പടം എന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഇതിനു മുന്നേ ഞാൻ ഹൊറർ പടമായിട്ട് കണ്ടത് സുമതി വളവാണ്. അതിനെപ്പറ്റി എല്ലാവർക്കും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്നാൽ ഈ സിനിമ കണ്ടപ്പോൾ ഈ സുമതി വളവിനേക്കാളും കുറച്ചുകൂടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിട്ട് എനിക്കിത് തോന്നിയത്. ഒന്നല്ലെങ്കിലും അതിൽ ചില കാര്യത്തിൽ മേക്കിംഗ് ചെറിയൊരു തട്ടുകേട് പറ്റിയിട്ടുണ്ടെങ്കിലും, അതുപോലെ വിചാരിച്ച സ്ക്രിപ്റ്റ് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, അത് വെച്ച് നോക്കുമ്പോൾ കമ്പയർ നോക്കുമ്പോൾ ഈ സിനിമ കുറച്ചുകൂടി ഈവൻ ബെറ്റർ പടമായിട്ട് തോന്നിയിട്ടുള്ളൂ എനിക്ക്. അതുപോലെ ഈ സിനിമയിൽ ചില സംഭവങ്ങൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതെനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. അത്രയേ ഉള്ളൂ. ഓവറോൾ ഇത് നിങ്ങൾ തിയേറ്റർ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് 2 മണിക്കൂർ ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫൺ പടമായിട്ടാണ് എനിക്ക് പറയാൻ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5/4. അപ്പോൾ ഈ സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതായിരിക്കും.